നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് കലോത്സവം CKMNSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കൊടകരയുടെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ജൂലൈ 26 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെട്ടിച്ചാൽ DYFI ഭഗത് സിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും മറ്റു മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കൊരട്ടി മണ്ഡലത്തിൽ കോൺഗ്രസ് CPM തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 150ഓളം പേർ BJPയിൽ ചേരുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് കലോത്സവം CKMNSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. CBSE മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആദിത്യ വർമ്മരാജ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ബാവ അധ്യക്ഷനായിരുന്നു. CKMNSS സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും കലോത്സവം ജനറൽ കൺവീനറുമായ മൃദുല മധു സ്വാഗതവും തൃശൂർ സഹോദയ വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ, PTWA വൈസ് പ്രസിഡന്റ് ഹിമ രാജീവ് എന്നിവർ ആശംസകളും അറിയിച്ചു. തൃശൂർ സഹോദയ ട്രഷറർ ബാബു കോയിക്കര നന്ദി രേഖപ്പെടുത്തി. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ടെൻഷൻ ഫ്രീ, യാതൊരു ടെൻഷനുമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയായിട്ടാണ് അധ്യാപന വൃത്തിയെ, അധ്യാപകരെ കണ്ടിരുന്നത്. റോട്ടറി ക്ലബ് ഓഫ് കൊടകരയുടെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ജൂലൈ 26 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊടകര കിടങ്ങത്ത് ഹാളിൽ ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം വൈകിട്ട് 6:30 സ്ഥാനാരോഹണ ചടങ്ങ്. പ്രസിഡന്റ് VV ബോവിഷ്, സെക്രട്ടറി നൈജോവി ആന്റോ, ട്രഷറർ നിവിൻ ചെറാക്കുളം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് സ്ഥാനമേൽക്കുന്നത്. ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രൊജക്ടായ ഹാർമണി പദ്ധതി വഴി വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികാസ ക്ലാസുകൾ, ചെറുപ്രായത്തിൽ കാഴ്ചശക്തി വൈകല്യങ്ങൾ തിരിച്ചറിയാനുള്ള കണ്ണ് പരിശോധന ക്യാമ്പുകൾ, ബോധവൽക്കരണം, പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പുകൾ, ദന്തൽ ക്യാമ്പുകൾ, വൃക്ഷത്തൈകൾ നട്ടുപിടിക്കലും പരിപാലനവും, തൊഴിൽ നൈപുണ്യ പരിശീലനം, വിദ്യാലയങ്ങൾക്കായി വാട്ടർ പ്യൂരിഫയർ, സ്കോളർഷിപ്പുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ കൈമാറൽ, കൌൺസിലിംഗ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകൽ, സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വിതരണം, IMAയുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. VV ബോബീഷ്, സിൻഡോ ദേവസി, TP വിനയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫംഗ്ഷൻ നാളെ വൈകിട്ട്, അതായത് 26-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ വിശിഷ്ട ചീഫ് ഗസ്റ്റായിട്ട് റോട്ടേറിയൻ MD KB പത്മദാസാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഡയറക്ടർ മനോജ് പുഷ്കരൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡിസ്ട്രിക്ട് AG അസിസ്റ്റന്റ് ഗവർണർ അനൂപ് ചന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. കൊടകര 3 വർഷക്കാലമായി നല്ല പ്രവർത്തനങ്ങളാണ് കൊടകര റോട്ടറി ക്ലബ്ബ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. സ്കൂളുകളിൽ ഹെൽത്തിൻ്റെതായും പിന്നെ ബ്ലഡ് ഡൊണേഷൻ മറ്റു പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഈ അവസാനമായിട്ട് ഈ പാവപ്പെട്ടവർക്ക് നിർദ്ധരായ കുടുംബങ്ങൾ വെച്ച് നൽകാനായിട്ട് 7 ഭവനങ്ങൾ നൽകുവാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്രാവശ്യത്തെ 26-ാം തീയതിയാണ് ഇതിൻ്റെ ഇൻസ്റ്റാലേഷൻ. അത് കിടങ്ങത്ത് ഹോളിലാണ് നടത്തുന്നത്. ജൂലൈ 26-ന് വൈകിട്ട് 6:30 കിടങ്ങത്ത് ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ നടക്കുന്നത്.
ഇന്ന് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഉണ്ട്. ചെട്ടിച്ചാൽ ഡിവൈഎഫ്ഐ ഭഗത് സിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും മറ്റു മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. ചെട്ടിച്ചാൽ ഭഗവതി ക്ഷേത്ര ഹാളിൽ നടന്ന അനുമോദന യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. CPIM ചെട്ടിച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി PR ഷാജൻ അധ്യക്ഷനായിരുന്നു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം PS പ്രശാന്ത്, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി AS സുധീഷ്, PA രതീഷ് എന്നിവർ സംസാരിച്ചു. അതെങ്ങനെ കിട്ടിയതാണ്? നിങ്ങളുടെ കുറേ നാളത്തെ ഒരു പ്രയത്നം കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണ് അല്ലേ? ഒരുപാട് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എനിക്കത് നേടണം, മാർക്ക് കിട്ടണം എന്നൊക്കെ വിചാരിച്ചു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ഭാരതി വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ TN രാമൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി SI സിജുമോൻ ES ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി SI കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ് സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, ഭാരതി വിദ്യാനികേതൻ സംസ്ഥാന മാതൃസമിതി സെക്രട്ടറി സൗമ്യ സുരേഷ്, സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. കുമാരി ആഷ്നന്ദ അനിൽ സ്വാഗതവും കുമാരി നിരഞ്ജന മധു നന്ദിയും അറിയിച്ചു. ആളൂരിൽ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ആളൂരിൽ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെയും ജീവിത പങ്കാളിയെയും ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി ആന സജി പോലീസ് പിടിയിൽ. കഴിഞ്ഞ 5-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം. എറണാകുളം സ്വദേശിയായ യുവാവും ട്രാൻസ്ജെൻഡറായ ജീവിത പങ്കാളിയും ആളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്നതിനുള്ള വൈരാഗ്യത്താൽ ആളൂരിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെയും ജീവിത പങ്കാളിയെയും അസഭ്യം പറയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ആളൂർ കല്ലേറ്റുങ്കര പൂപ്പച്ചിറ സ്വദേശി പതിയാരത്ത് പറമ്പിൽ ആന സജി എന്നറിയപ്പെടുന്ന 42 വയസ്സുള്ള സജിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർമാരായ ജോർജ് KP, പ്രസന്നകുമാർ, ജിഷ്ണു, CPOമാരായ ആഷിഖ്, മന്നാസ്, സുജീഷ് മോൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. പിടികൂടിയ സജിയെ കോടതിയിൽ ഹാജരാക്കി. കൊരട്ടി മണ്ഡലത്തിൽ കോൺഗ്രസ് CPM തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 150ഓളം പേർ BJPയിൽ ചേരുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊരട്ടി ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന പൊതുയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ വെച്ച് പാർട്ടിയിൽ ചേരുന്ന പുതിയവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, സമുദായ നേതാക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരടക്കമുള്ള 150 പേരാണ് ദേശീയതയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് അംഗത്വമെടുക്കുന്നത്. കഴിഞ്ഞ മാസം റിട്ടയേർഡ് തഹസിൽദാർ സത്യഭാമ ഉൾപ്പെടെയുള്ളവർ BJPയിൽ ചേർന്നിരുന്നു. ഇതിനു പുറമെ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവിന്റെ വാർഡിൽ നിന്ന് ഏകദേശം 25 കുടുംബങ്ങൾ മുഴുവൻ BJPയിൽ ചേർന്നു. വിവിധ പാർട്ടികളിൽ നിന്ന് ഒട്ടനവധി പേർ വരും നാളുകളിൽ BJPയിൽ ചേരുമെന്ന് നേതാക്കൾ പറഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന പൊതുയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ KV അജീഷ്, PR ശിവപ്രസാദ്, ജനറൽ സെക്രട്ടറി അനീഷ് ചെന്താമര എന്നിവർ പങ്കെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 കൊരട്ടി ജംഗ്ഷനിൽ വച്ചിട്ട് പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് ജി 105ഓളം വ്യക്തിത്വങ്ങളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രതിഭകൾക്ക് ജന്മം നൽകിയ ചാലക്കുടി ഇപ്പോൾ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഗതാഗത സ്തംഭനത്തിലൂടെ പൊതുജനം പാതി വഴിയിൽ കുരുങ്ങിക്കിടക്കുന്നതിലൂടെയെന്ന് രാഷ്ട്രീയ ജനതാദൾ ദേശീയ കൌൺസിൽ അംഗം യൂജിൻ മൊറേലി. RJD നിയോജക മണ്ഡലം കമ്മിറ്റി ദേശീയപാത സ്തംഭനത്തിനെതിരെ ചാലക്കുടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിപ്പാത നിർമ്മിച്ച് അടിപറ്റിയ ജനതയാണ് ചാലക്കുടിയിലേത്. യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെയാണ് 5 അടിപ്പാതകൾ ചാലക്കുടിയോട് ചേർന്നുള്ള ദേശീയപാതയിൽ നിർമ്മിക്കുന്നത്. ഒച്ചിഴയുന്ന വേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് V ഐനിക്കൽ, CA തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ്, AT വർഗീസ്, ജനത പൌലോസ്, AL കൊച്ചപ്പൻ, ഡേവിസ് കണ്ണമ്പിള്ളി, ഹസീന നിഷാബ്, NC ബോബൻ, PK കുട്ടൻ, ജിജു കരിപ്പായി, ജോയ് മേലടൻ, KL ജോസ് എന്നിവർ പ്രസംഗിച്ചു. സമരപരിപാടികളും കുറച്ച് ദിവസങ്ങളായി ആരും ഏറ്റെടുത്ത് നടത്താറില്ല. കാരണം അത്തരത്തിൽ വിജയിക്കാറില്ല. ചാലക്കുടി കുറേ നാളുകളായി
ശ്രദ്ധിക്കപ്പെടുന്നത് ഗതാഗത സ്തംഭനത്തിന്റെ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ്. ചാലക്കുടിക്ക് ഒരുപാട് പെരുമയുണ്ട്. ഒരുപാട് കാലങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. രാഷ്ട്രീയ ആചാര്യന്മാരിൽ ഒരാളായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദമേനോൻ നമ്മുടെ നാടിന് അഭിമാനമായി ഈ രാജ്യത്തെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു. ചാലക്കുടിക്കാരനാണ്, നമുക്ക് അഭിമാനിക്കാം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,210 രൂപ, പവന് 73,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് കലോത്സവം CKMNSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കൊടകരയുടെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ജൂലൈ 26 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെട്ടിച്ചാൽ ഡിവൈഎഫ്ഐ ഭഗത് സിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും മറ്റു മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കൊരട്ടി മണ്ഡലത്തിൽ കോൺഗ്രസ്, CPM തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 150ഓളം പേർ BJPയിൽ ചേരുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.